Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. വടക്കാഞ്ചേരി പുഴയിൽ നിന്നും പുഴയോരത്തേക്ക് കയറ്റിയിട്ട മണ്ണ് മഴയത്ത് കുത്തിയൊലിച്ച് പുഴയിലേക്ക് തന്നെ തിരികെ ഒഴുകിയെത്തുന്നതിലും നവീകരണം പാതിവഴിയിലായ ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയിലും ശക്തമായി പ്രതിഷേധിച്ച് പരിസ്ഥിതി സംഘടന ജനനി രംഗത്ത്. വടക്കാഞ്ചേരി പുഴയുടെ സംരക്ഷണത്തിനും പ്രളയം ഒഴിവാക്കാനും നിരന്തരമായി സമരങ്ങളും ഇടപെടലുകളും നടത്തിവരുന്ന സംഘടനയാണ് ജനനി. പുഴയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ ജലസേചന വകുപ്പ് ഓഫീസിന് പരിസരത്ത് ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ വ്യക്തമാക്കി. അത് എത്ര ദിവസം ക്ലീൻ ചെയ്താലും പറ്റാത്ത രീതിയിലാകുമായിരുന്നു. ഇനിയും അതുപോലെ ഹാർഡായ ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് ആരോട് ചോദിച്ചാലും ഇപ്പോൾ അതിന് നാഥനില്ലാത്ത പോലെയാണ്. മുനിസിപ്പാലിറ്റിയോട് ബന്ധപ്പെട്ടാൽ പറയും മുനിസിപ്പാലിറ്റി ഫണ്ട് കയ്യിരുത്തിയിട്ടുണ്ട്, അവിടെ ചാലുണ്ടാക്കണം, വെള്ളം ഒഴുകിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺട്രാക്ട് ചെയ്യാനിട്ടാണെന്ന് പറയും. കോൺട്രാക്ടോട് ചോദിച്ചാൽ പറയും അവിടെ മുനിസിപ്പാലിറ്റി ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം, ചാല് നേരെയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാതെ എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇത് ആരാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് തടസ്സപ്പെട്ട് കിടക്കുന്നതെന്നും എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവുന്നില്ല. കാലങ്ങളായില്ലേ കുട്ടികൾക്ക് പഠിക്കാനോ കുട്ടികൾക്ക് കളിക്കാനോ വടക്കാഞ്ചേരിയുടെ അനുഗ്രഹമായിരുന്ന ഒരു ഗ്രൗണ്ട് ഇതുപോലെ വൃത്തികേടാക്കി ഇട്ടിട്ട് എത്ര നാളായി? ആരുമില്ല. MLA ചോദിച്ചാൽ പറയും അത് ഉടനെ ചെയ്യും, ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൂടാതെ കൊണ്ട് തന്നെ ഇവിടെ ഈ കാനകളുണ്ട്, കാനകളിൽ നിന്നും മണ്ണ് കയറ്റിയിടും. കുറച്ച് ജോലിക്കാർ വന്ന് നിന്നിട്ട് മണ്ണ് കയറ്റി. ബുധനാഴ്ച നഗരസഭയ്ക്ക് മുന്നിൽ ജനനി സംഘടിപ്പിച്ച ധർണയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി MLAയുടെയും നഗരസഭാ ഭരണസമിതിയുടെയും ദുർവാശി ഒന്നുകൊണ്ട് മാത്രമാണ് ഗ്രൗണ്ട് ചളിക്കുളമായി കിടക്കാൻ കാരണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും കൗൺസിലറുമായ PN വൈശാഖ് ആരോപിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂള് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന ഗ്രൗണ്ട്. ഒരുപാട് സമ്മർ ക്യാമ്പുകൾ, കോച്ചിങ് ക്യാമ്പുകൾ, സ്ഥിരമായി ക്രിക്കറ്റ് കോച്ചിങ് നടന്നിരുന്ന ഒരു ഗ്രൗണ്ട്. സ്ഥിരമായി പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന ആളുകൾ അവർ ഓടാനും അവർക്ക് ട്രെയിനിങ്ങും ഒക്കെ നടന്നിരുന്ന ഗ്രൗണ്ട്. ഇന്ന് ആ ഗ്രൗണ്ടിൻ്റെ സ്ഥിതി എന്താ? ചെളി പിളിയായി അവിടെ മുഴുവൻ പുഴയിൽ നിന്ന് കയറ്റിയ മണ്ണ് ഡംപ് ചെയ്യാനുള്ള യാർഡായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ തണല് എന്ന് പറയുന്നത് ഈ വലിയ ഗ്രൗണ്ട് തന്നെയാണ്. കാരണം ആ ഗ്രൗണ്ട് നാച്ചുറൽ ഗ്രാസാണ്. ആ ഗ്രാസിൻ്റെ മുകളിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടിട്ട് ഒരു കുരുപ്പ പോലും അതിൽ പിടിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ട്. സ്ഥിരമായി വെള്ളം കയറുന്ന വടക്കാഞ്ചേരി ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ശക്തമായ മഴ പെയ്യുകയും അനിഷ്ടമായ സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വീടുകളിലേക്ക് ഒലിച്ചു പോകുമോ എന്ന ഭയത്തിലാണ് താനെന്ന് ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് പറഞ്ഞു. ആ കാന നിർമ്മാണം എവിടെ വരെ എത്തിയില്ല. ഒരു സൈഡ് മാത്രം കാന നിർമ്മിച്ച് അത് പകുതിയാക്കി അവിടെ ഇട്ടിരിക്കുകയാണ്. ഈ പുഴയിൽ നിന്ന് കയറ്റിയിട്ടുള്ള മണ്ണ് മുഴുവൻ ഗ്രൗണ്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ വെള്ളം സ്ഥിരമായി കയറുന്ന ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ട്. പുഴയിലെ മണ്ണ് കൃത്യസമയത്ത് നീക്കം ചെയ്യാൻ ഞങ്ങൾ ആവുന്നത്ര ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല. അവസാനം മഴ വന്ന സമയത്താണ് ഹിറ്റാച്ചി കൊണ്ടുവന്ന് പുഴയിൽ നിന്ന് മണ്ണ് കയറ്റിയിടാനുള്ള പ്രവൃത്തി. അതും അതിൻ്റെ സൈഡിൽ കയറ്റിയിട്ട് വീണ്ടും മഴ പെയ്തപ്പോൾ ആ പുഴയിലേക്ക് തന്നെ ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ്. കുറച്ച് മണ്ണ് അവിടുന്ന് മാറ്റി ഗ്രൗണ്ടിലേക്കും കയറ്റിയിട്ടു. ഈ മഴ എങ്ങാനും നല്ലോണം ശക്തമായി പെയ്ത് ഈ ഭാഗം മുഴുവൻ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ വെള്ളം കയറിയാൽ ഗ്രൗണ്ടിൽ വെള്ളം പരന്നൊഴുകുകയില്ല. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ചളിയും മണ്ണും വെള്ളവും അടക്കം ആ ഗ്രൗണ്ടിലെ 150ഓളം വീടുകളിലാണ് അത് കയറുക. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനു മുമ്പ് അവിടുത്തെ പ്രദേശവാസികളെല്ലാവരും ചേർന്ന് ജില്ലാ ദുരന്ത അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ ജില്ലാ കളക്ടർക്ക്, തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നത്. മഴ ശക്തമാകുമ്പോൾ വലിയ ടെൻഷനാണ് അനുഭവിക്കുന്നതെന്നും മുഖ്യപ്രഭാഷണത്തിൽ അവർ കൂട്ടിച്ചേർത്തു. ജനനി ഭാരവാഹി ജനാർദ്ദനൻ ധർണയിൽ സന്നിഹിതനായിരുന്നു. പുഴയുടെയും ഗ്രൗണ്ടിന്റെയും വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ജനനി പരിസ്ഥിതി സംഘടനയുടെ തീരുമാനം. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.